നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു വിശേഷ വഴിപാടിനെ കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള വാക്കുകളിലേക്ക് കടക്കാം. നമസ്കാരം, ഞാനിപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ പറവൂട്ടിപ്പാട്ട് വഴിപാടിൻ്റെ വിശേഷങ്ങളും ഓച്ചിറയിലെ നന്ദികേശ്വരന്മാരെ തൊഴുത് പ്രാർത്ഥിച്ച് അകത്തേക്ക് ദർശനത്തിന് വരുമ്പോഴുണ്ടാകുന്ന ആ വിശേഷ വഴിപാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് അത്തരത്തിൽ ഓച്ചിറ ക്ഷേത്രത്തിലെ അതിവിശേഷപ്പെട്ട മറ്റൊരു വഴിപാടിനെ കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓച്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത് പരബ്രഹ്മമൂർത്തിയായിട്ടാണ് ശിവഭഗവാന്റെ ആദി സ്വരൂപത്തെയാണ് ഓച്ചിറയിൽ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തിയായിട്ടുള്ള ഇതാണ്. ഓച്ചിറ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഗളത്തിൽ ആടയാഭരണങ്ങളായിട്ട് ചാർത്തിയിരിക്കുന്ന നാഗങ്ങളാണ് ഇവിടുത്തെ കാവിൽ വസിക്കുന്നത് എന്നാണ് വിശ്വാസം. ഭഗവാന്റെ ഗളത്തിലെ നാഗങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തിയുക്തമാണ്. സർപ്പദോഷമുള്ള ഏതൊരാൾക്കും ഇവിടെ വന്ന് ഒരു വഴിപാട് സമർപ്പിക്കുകയും ഒരു പാട്ട് പാടിക്കുകയും ചെയ്താൽ അവരുടെ സർപ്പദോഷങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആ ഒരു വഴിപാടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് ഓച്ചിറയിലെ സർപ്പക്കാവിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ പാട്ടിൻ്റെ ദൃശ്യങ്ങളും ഒന്ന് കാണാം. എല്ലാവരും ഈ വഴിപാട് ഇവിടെ എത്തുമ്പോൾ നടത്തുക. ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ സർപ്പദേവതകളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ ഇവിടെ പരബ്രഹ്മമൂർത്തിയായിട്ടാണ്, വിശ്വം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന പരബ്രഹ്മമൂർത്തിയാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സ്വരൂപമായിട്ടാണ്. ആ ഭഗവാന്റെ കഴുത്തിലെ ആടയാഭരണം, കഴുത്തിലും ശരീരത്തുമുള്ള ആടയാഭരണങ്ങൾ എന്ന നിലയ്ക്കാണ് ഇവിടുത്തെ സർപ്പങ്ങൾക്ക് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സർപ്പദോഷമുള്ള ഏതൊരു മനുഷ്യനും, ഏതൊരു വ്യക്തിയും ഇവിടെ ഒരിക്കലെത്തി സർപ്പങ്ങൾക്ക് അവിടെ കാവിലൊരു വഴിപാട് ചെയ്യുക, അതിനുശേഷം ഒരു പാട്ട് പാടിക്കുക. ഏത് സർപ്പദോഷവും നീങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും വഴിപാട് വിവരങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.